നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും സ്മാർട്ട് ശ്രീ അക്കാദമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റഫീഖ് എന്നാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഭൗതികശാസ്ത്രം അഥവാ ഫിസിക്സിലെ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ലാസ്. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയാണ്: പ്രകാശം എന്ന് പറയുന്നത് ഒരു അനുപ്രസ്ഥ തരംഗമാണ്. പ്രകാശം, പ്രസ്ഥം എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പ്രകാശം, പ്രസ്ഥം. പ്രകാശം എന്ന് പറയുന്നത് ഒരു അനുപ്രസ്ഥ തരംഗമാണ്. അത് കണ്ടെത്തിയത് ആരാണ്? പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയത് അഗസ്റ്റിൻ ഫ്രണൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അതിന്റെ തുടർച്ചയാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കി വെക്കുക, എല്ലാ പ്രകാശ തരംഗങ്ങളും അനുപ്രസ്ഥ തരംഗങ്ങളാണ്. പ്രകാശം, പ്രസ്ഥം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശത്തെ നമുക്ക് എങ്ങനെ അളക്കാം, പ്രകാശത്തെ നമുക്ക് എങ്ങനെ അളക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. പ്രകാശത്തെ നമുക്ക് അളക്കുന്നതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകൾ എന്ന് പറയുന്നത്, ഒന്ന് അതിൻ്റെ തരംഗ ദൈർഘ്യത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്. പ്രകാശം അളക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ തരംഗ ദൈർഘ്യമാണ്. തരംഗ ദൈർഘ്യം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് മലയാളത്തിൽ പറയും. തരംഗ ദൈർഘ്യവും അഥവാ വേവ് ലെങ്ത്, തരംഗ ദൈർഘ്യത്തിന്റെ ഇംഗ്ലീഷാണ് വേവ് ലെങ്ത്. വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്തിനെ അളക്കുന്നത്? പ്രകാശത്തെ അളക്കുന്നത്. ഇനി നമുക്ക് എന്താണ് തരംഗ ദൈർഘ്യം എന്നുള്ളത് നോക്കാം. നിങ്ങൾക്കറിയാം പ്രകാശം സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? പ്രകാശം സഞ്ചരിക്കുന്നത് തരംഗ രൂപത്തിലാണ് എന്ന് പറയാം. നമ്മൾ പറഞ്ഞതാണ് പ്രകാശം ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, തരംഗങ്ങളുടെ രൂപത്തിലാണ്. അപ്പോൾ ഈ ബേസ് ലൈനിൽ നിന്നും ഏറ്റവും മുകളിലുള്ള ഈ പോയിന്റുകളെ നമ്മളിങ്ങനെ എ ബി സി എന്ന് അടയാളപ്പെടുത്തുന്നു. താഴെയുള്ള പോയിന്റുകളെ സി ഡി എന്നിങ്ങനെ അടയാളപ്പെടുത്തുന്നു എന്ന് വെക്കുക. നിങ്ങൾ നോക്കുക, ഈ പോയിന്റുകളെല്ലാം തുല്യമായിരിക്കും. ഞാൻ ഈ വരച്ചതിലുള്ള ഒരു പ്രശ്നം കൊണ്ട് അത് ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എയും ബിയും സിയും എന്ന് പറയുന്നത് ഇതിങ്ങനെ ഒരു നേർരേഖ വരച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ തുല്യമായിരിക്കും. അതുപോലെ ഈ സിയും ഡിയും എന്ന് പറയുന്നത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് തുല്യമായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് എൻ്റെ വരയുടെ ഒരു ഗുണം കൊണ്ടുണ്ടാകുന്ന ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഈ ബേസ് ലൈനിൽ നിന്നും ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഈ ഭാഗത്തെ നമ്മൾ പറയുന്നത് ക്രസ്റ്റ് എന്നാണ്. ഈ ബേസ് ലൈനിൽ നിന്നും താഴേക്ക് നിൽക്കുന്ന ഈ ഭാഗത്തെ നമ്മൾ പറയുന്നത് ട്രഫ് എന്നാണ്. മുകളിലെ ഭാഗത്ത് നമ്മൾ ക്രസ്റ്റ് എന്നും താഴെയുള്ള ഭാഗത്ത് നമ്മൾ എന്തെന്ന് പറയുന്നു? ട്രഫ് എന്നും പറയുന്നു. ഈ രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഈ ദൂരത്തെയാണ് നമ്മൾ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. അതായത് അടുത്തടുത്തുള്ള രണ്ട് ക്രസ്റ്റുകൾ തമ്മിലുള്ള ഈ നീളത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ രണ്ട് ട്രഫുകൾ തമ്മിലുള്ള ഈ ദൂരത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി തരംഗ ദൈർഘ്യത്തെ നമ്മൾ സൂചിപ്പിക്കുന്നത് ലാംഡ എന്ന് പറയുന്ന ചിഹ്നം ഉപയോഗിച്ചുകൊണ്ടാണ്. ചിഹ്നം ഇങ്ങനെയാണ്, ലാംഡ എന്നാണ് ഈ ചിഹ്നത്തെ പറയുന്നത്. തരംഗ ദൈർഘ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ചിഹ്നമാണ് ലാംഡ എന്ന് പറയുന്നത്. ഇനി പ്രധാനമായും PSC ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ PSC ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, തരംഗ ദൈർഘ്യം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? തരംഗ ദൈർഘ്യം രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്ത് പറയുന്നത്? ആങ്സ്ട്രം എന്ന് പറയും. എന്ത് പറയും? ആങ്സ്ട്രം. ആങ്സ്ട്രം എന്ന് പറയും. ഇങ്ങനെ എ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ഒരു 0 ഇടുന്നതാണ് ഈ ആങ്സ്ട്രം എന്ന് പറയുന്നതിന്റെ ചിഹ്നം. പിന്നെ നമ്മൾ എന്ത് ഉപയോഗിക്കും? നാനോമീറ്റർ എന്ന് പറയും. നാനോമീറ്റർ ഉപയോഗിക്കും. നാനോമീറ്റർ ഉപയോഗിക്കും. NM. പിന്നെ എന്തുപയോഗിക്കും? മീറ്റർ ഉപയോഗിക്കും. നമ്മൾ തരംഗ ദൈർഘ്യത്തെ യൂണിറ്റ് രേഖപ്പെടുത്താനായിട്ട് എന്തുപയോഗിക്കും? മീറ്റർ ഉപയോഗിക്കും. അപ്പോ ഇതിൽ ഏതാണോ ഉത്തരത്തിലുള്ളത്? അപ്പോ ആങ്സ്ട്രം തന്നിട്ടില്ല എന്ന് കരുതിക്കൊണ്ട് ഉത്തരം തെറ്റാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആങ്സ്ട്രം തന്നിട്ടില്ല, മീറ്റർ ആണ് തന്നിട്ടുള്ളതെങ്കിൽ മീറ്റർ എഴുതുക. പിന്നെ ആങ്സ്ട്രവും മീറ്ററും തരികയാണെങ്കിൽ നിങ്ങൾ മീറ്റർ തന്നെ എഴുതണം. കാരണം ഇവിടെ തരംഗ ദൈർഘ്യം എന്നുള്ളത് ഇതിന്റെ ഒരു നീളമാണ് അളക്കുന്നത്. ഈ രണ്ട് തരംഗങ്ങൾ തമ്മിലുള്ളതിന്റെ അകലം, നീളമാണ് നമ്മൾ അളക്കുന്നത്. അതിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. അപ്പോ
മീറ്റർ ആണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉത്തരം. മിക്കപ്പോഴും ആൻസറിൽ മീറ്റർ ആയിരിക്കും ഉണ്ടാകുക, ചില സമയത്ത് നാനോമീറ്റർ കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണോ ചോദ്യം വരുന്നത് അതിനനുസരിച്ച്, അല്ലെങ്കിൽ ഉത്തരം ഓപ്ഷനിൽ എങ്ങനെയാണോ ഉത്തരം വരുന്നത് അതിനനുസരിച്ച് വേണം നിങ്ങൾ എന്തെഴുതാനായിട്ട്, ഉത്തരം എഴുതാനായിട്ട്. ഇനി ഇതിന്റെ അകത്ത് ഒരു കാര്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ബേസ് ലൈനിൽ നിന്നും താഴേക്ക് വരുന്ന ഈ ഒരു ഇത്രയും അകലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ തരംഗത്തിന്റെ ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ എന്തെന്നാ പറയുന്നത്, ആയതി എന്ന് പറയും. ആ തരംഗത്തിന്റെ ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതാണ്. ഈ മോള ക്രസ്റ്റിൽ നിന്നും ഈ ബേസ് ലൈനിലേക്കുള്ള നീളമാണ് എന്തെന്ന് പറയുന്നത്, ആയതി അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി പ്രകാശത്തെ അളക്കാൻ ഉപയോഗിക്കുന്ന പ്രകാശത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ പറയുന്നത് ഫ്രീക്വൻസി. ആദ്യത്തെ പ്രത്യേകത എന്തായിരുന്നു, അത് തരംഗദൈർഘ്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രകാശത്തെ അളക്കും. രണ്ടാമത്തെ പ്രത്യേകതയാണ് അതിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോ ഇത് പറയുന്നതിന് മുമ്പ് നിങ്ങളൊരു വേവ് സൈക്കിൾ എന്താണെന്ന് പറയണം, മനസ്സിലാക്കി വെക്കണം. ഒരു വേവ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേരുന്നതാണ് ഒരു വേവ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു ക്രസ്റ്റും ഒരു ട്രഫും കൂടി ചേരുന്നതാണ് എന്ത്, ഒരു വേവ് സൈക്കിൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോ നിങ്ങൾ എന്താണ് ഫ്രീക്വൻസി എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ ഒരു സെക്കൻഡ് സമയത്ത് എത്ര പ്രകാശ തരംഗങ്ങൾ കടന്നുപോയി എന്നുള്ളതിന്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോ ഒരു സെക്കൻഡ് ടൈമിൽ ഇങ്ങനെ 2 തരംഗങ്ങൾ കടന്നുപോയി എന്ന് വെക്കുക. അപ്പോൾ എന്താണ് അതിന്റെ ഫ്രീക്വൻസി, 2 ആണെന്ന് നമുക്ക് പറയാം. 5 എണ്ണമാണ് കടന്നു പോകുന്നതെങ്കിൽ എന്തെന്ന് പറയാം, 5 ആണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയാം. അപ്പോൾ എന്താണ് അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, ഒരു പ്രത്യേക പോയിന്റിലൂടെ ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സമയത്തിൽ എത്ര തരംഗങ്ങൾ കടന്നുപോയി എന്നുള്ളതിന്റെ അളവിനെയാണ് നമ്മൾ അതിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറയുന്നത്. ഇനി PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ വരാൻ ഇതുള്ള ചോദ്യമാണ്, നമ്മൾ ഈ ആവൃത്തി എന്ന് പറയുന്നതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഈ ആവൃത്തിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെ V ഇങ്ങനെ ചെരിച്ചിട്ട് ഒരു വരയിടും. ഇതിനെ നമ്മൾ സൈ എന്നാണ് പറയുന്നത്. ഫ്രീക്വൻസിയെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിഹ്നമാണ് സൈ എന്ന് പറയുന്നത്. സൈ മാത്രമല്ല എഫ് ഫ്രീക്വൻസിയെ റെപ്രസെന്റ് ചെയ്യും. N എന്ന് പറയുന്ന സിമ്പിൾ ഫ്രീക്വൻസിയെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഫ്രീക്വൻസിയെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ് ഈ പറയുന്ന ചിഹ്നങ്ങൾ. സൈ എന്നാണ് ഈ ചിഹ്നം, എഫ്, എൻ ഇതെല്ലാം ഫ്രീക്വൻസിയെ റെപ്രസെന്റ് ചെയ്യും. അപ്പോ ഇനി ഫ്രീക്വൻസിയെ നമ്മൾ ഉപയോഗിക്കുന്ന, ഫ്രീക്വൻസി അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഫ്രീക്വൻസിയെ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഹെഡ്സ് എന്ന് പറയുന്നത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്താണ്? ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ് എന്ന് പറയുന്നത്. ഹെൻറിച്ച് ഹെഡ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനോടുള്ള ആദര സൂചകമായിട്ടാണ് നമ്മൾ എന്തെന്ന് ഫ്രീക്വൻസി അളക്കുന്ന യൂണിറ്റിന് ഹെഡ്സ് എന്ന് പേര് നൽകിയിട്ടുള്ളത്. ഇനി നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അതായത് ഈ പറയുന്ന ആവൃത്തി അഥവാ ഫ്രീക്വൻസിയും തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്തും തമ്മിലൊരു ബന്ധമുണ്ട്. ആ ബന്ധം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പഠിക്കണം. അതായത് പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം കൂടുമ്പോൾ അതിന്റെ ആവൃത്തി കുറയും. ചോദ്യം വരാം. അതായത് പ്രകാശത്തിന്റെ തരംഗദൈർഘ്യവും ആവൃത്തിയും എന്താണ്? വിപരീത അനുപാതത്തിലായിരിക്കും. പ്രകാശത്തിന്റെ ആവൃത്തിയും തരംഗദൈർഘ്യവും എന്തായിരിക്കും? വിപരീത അനുപാതത്തിൽ ആയിരിക്കും. അതായത് പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം കൂടുമ്പോൾ ആവൃത്തി കുറയും, അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ആവൃത്തി കുറയുമ്പോൾ തരംഗദൈർഘ്യം എന്ത് ചെയ്യും? കൂടും. അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കണം. നമുക്ക് നോക്കാം. പ്രകാശത്തിന്റെ പ്രധാനപ്പെട്ട കളറുകളാണ്, പ്രകാശത്തിനകത്തുള്ള കളറുകളാണ് പ്രധാനപ്പെട്ട 7 കളറുകളാണ് നമ്മൾ പറയുന്നത്. വിബ്ജിയോർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. വിബ്ജിയോർ ഇത് കണ്ടെത്തിയത് സർ ഐസക് ന്യൂട്ടൺ ആണ്. നമ്മൾ മഴവില്ലിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയും. ഇത് നോക്കുക, ഇതിനെ ഞാൻ ഇങ്ങനെ അടയാളപ്പെടുത്തുകയാണ്. ഈ മുകളിൽ ഞാൻ തരംഗ ദൈർഘ്യം എന്ന് എഴുതുന്നു, തരംഗ ദൈർഘ്യം എന്ന് എഴുതുന്നു. ഇവിടെ നിന്നും ഈ പോയിന്റിനെ ഞാൻ എന്തെന്ന് എഴുതുന്നു? ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് എഴുതുന്നു. നിങ്ങൾ നോക്കുക,
ഒരു കാര്യവും നിങ്ങൾ കാണാതെ പഠിക്കരുത്. ഒരു കാര്യവും നിങ്ങൾ കാണാതെ പഠിക്കരുത്, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. അതായത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്, എന്താണ്? തരംഗദൈർഘ്യം കൂടിയ കളർ റെഡ്, തരംഗദൈർഘ്യം കൂടിയ കളർ റെഡ്, തരംഗദൈർഘ്യം കുറഞ്ഞ കളർ വയലറ്റ്. നിങ്ങൾ ഇങ്ങനെ കാണാതെ പലരും പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ഇത് നോക്കുക. ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് തരംഗദൈർഘ്യം ഇങ്ങോട്ട് കൂടി വരികയാണ്. അപ്പോ ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ കളർ ഏതാണ്? അത് റെഡ് ആണ്. ഇനി റെഡ് ഓപ്ഷനിൽ തന്നിട്ടില്ലെങ്കിൽ എന്താണ്? ഓറഞ്ച് ആണ് ഉത്തരം. റെഡ് ഓപ്ഷനിൽ തന്നിട്ടില്ലെങ്കിൽ ഉത്തരം ഏതാണ്? ഓറഞ്ച് ആണ്. ഇനി തരംഗദൈർഘ്യം ഓറഞ്ച് ഓപ്ഷനിൽ ഇല്ലെങ്കിൽ ഏതാണ് ഉത്തരം? യെല്ലോ ആണ്. ഇങ്ങനെ തന്നെ നിങ്ങൾ അത് പഠിക്കണം. തരംഗദൈർഘ്യം കൂടി വരികയാണ് ഇങ്ങോട്ട്. അപ്പോ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയത് ആർക്കാണ്? അത് റെഡിനാണ്. അത് കഴിഞ്ഞിട്ട് ഓറഞ്ചിനാണ്. അത് കഴിഞ്ഞിട്ട് യെല്ലോക്കാണ്. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ ആണ്. അത് തന്നെ ഇങ്ങോട്ട് തരംഗദൈർഘ്യം ഏറ്റവും കുറവ് ആർക്കാണ്? തരംഗദൈർഘ്യം ഏറ്റവും കുറവ് വയലറ്റിനാണ്. അത് കഴിഞ്ഞാല് ഇൻഡിഗോ, അത് കഴിഞ്ഞാല് ബ്ലൂ. അപ്പൊ തരംഗദൈർഘ്യം ഏറ്റവും കൂടിയത് ആരാണ്? തരംഗദൈർഘ്യം ഏറ്റവും കൂടിയത് റെഡിനാണ്. തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞത് വയലറ്റ് ആണ്. ഇതിങ്ങനെ വരച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം കൂടുമ്പോൾ എന്താണ്? അതിന്റെ ഫ്രീക്വൻസി കുറയുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പ്രകാശത്തിന്റെ തരംഗദൈർഘ്യവും ഫ്രീക്വൻസിയും അല്ലെങ്കിൽ ആവൃത്തിയും എന്താണ്? വിപരീത അനുപാതത്തിലാണ്. വിപരീത അനുപാതത്തിലാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഈ പറയുന്ന ചിഹ്നം ലാംഡ എന്ന് പറയുന്ന ചിഹ്നം എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഇത് തരംഗദൈർഘ്യത്തെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. തരംഗദൈർഘ്യം എന്താണ്? വിപരീത അനുപാതത്തിലാണ്. എന്തിനോട്? ഫ്രീക്വൻസിയോട്. ഇങ്ങനെ നമുക്ക് ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് പറയാൻ കഴിയും. തരംഗദൈർഘ്യം വിപരീത അനുപാതത്തിലാണ്. എന്തിനോട്? ഫ്രീക്വൻസിയോട്. ഇത് തന്നെയാണ് നമുക്ക് ഇങ്ങനെ പറയാം, ഫ്രീക്വൻസി വിപരീത അനുപാതത്തിലാണ്. എന്തിനോട്? തരംഗ ദൈർഘ്യത്തിനോട്. ഇങ്ങനെയും നമുക്കിത് പറയാം. ഇതിൽ നിന്നും നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്, അല്ലെങ്കിൽ ആവൃത്തി അല്ലെങ്കിൽ തരംഗദൈർഘ്യമൊക്കെ കണ്ടെത്തുന്നതിനായിട്ടുള്ള ഒരു ഇക്വേഷനാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതെന്താണ്? ഇത് ആവൃത്തിയാണ്. ഇത് ഈ ചിഹ്നം നമ്മൾ എന്താ പറഞ്ഞത്? ഇത് വിപരീത അനുപാതത്തിലാണെന്നാണ് പറഞ്ഞത്. നമുക്കപ്പോ ഇവിടെ ഈ വിപരീത അനുപാതത്തിൽ മാറ്റിയിട്ട് എന്ത് ചെയ്യണം? സമം വരുത്തണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം. അപ്പോ ആവൃത്തി ഈസ് ഈക്വൽ ടു സി ബൈ ലാംഡ എന്ന് വരും. ഈ സി എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ വേഗമാണ്. അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. സി എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. ഇതാണ് ആ സമവാക്യം എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ വേണമെങ്കിൽ മനസ്സിലാവുന്ന രീതിയിൽ ഇങ്ങനെ പറയാം. ആവൃത്തി എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എന്താണ്? പ്രകാശത്തിന്റെ, ഇത് കോൺസ്റ്റന്റ് ആണ്, ഇതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, ഡിവൈഡഡ് ബൈ എന്താണ്? തരംഗ ദൈർഘ്യമാണ് എന്ന് ഇതിന് നമുക്ക് പറയാം. ഇതാണ് ആ ഇക്വേഷൻ. ഇത് ഉപയോഗിച്ച് പ്രോബ്ലങ്ങളൊക്കെ വരാറുള്ളതാണ്. ഇനി പറയാൻ പോകുന്ന പോയിന്റുകൾ നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ആദ്യത്തേത്, പ്രകാശം കണികകളായിട്ടാണ് സഞ്ചരിക്കുന്നത്. ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ടാണ് പ്രകാശം വരുന്നത്. അതായത് പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം, കോർപ്പസ്കുലാർ തിയറി എന്ന് ഇംഗ്ലീഷിൽ പറയും. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. ശ്രദ്ധിക്കുക, പ്രകാശം കണികകളായിട്ടാണ് വരുന്നത്. പ്രകാശത്തിന്റെ കണിക സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ആരാണ്? ആവിഷ്കരിച്ച വ്യക്തിയാണ് സർ ഐസക് ന്യൂട്ടൺ. പ്രകാശത്തിന്റെ കണിക സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തിയാണ് സർ ഐസക് ന്യൂട്ടൺ. ഇനി നമ്മൾ പറഞ്ഞു പ്രകാശം തരംഗങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? പ്രകാശം തരംഗങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത്. എന്ത് തരംഗങ്ങളാണ് പ്രകാശം എന്ന് പറയുന്നത്? പ്രകാശം പ്രസ്ഥം, അനുപ്രസ്ഥ തരംഗങ്ങളാണ്. പ്രകാശം തരംഗങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം കണ്ടെത്തിയത്, പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം കണ്ടെത്തിയ വ്യക്തിയാണ് ആരാ? ക്രിസ്റ്റ്യൻ ഹൈഗൻസ് എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം കണ്ടെത്തിയ വ്യക്തിയുടെ പേരാണ് എന്താ? ക്രിസ്റ്റ്യൻ ഹൈഗൻസ് എന്ന് പറയുന്നത്. ഇനി പ്രകാശം
വൈദ്യുത കാന്തിക സ്വഭാവം പ്രകടിപ്പിക്കുന്നു. പ്രകാശത്തിന് വൈദ്യുത കാന്തിക സ്വഭാവമുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് നേച്ചർ ഉണ്ട് പ്രകാശത്തിന് എന്ന് പറഞ്ഞത് ആരാണ്? അത് പറഞ്ഞത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. എന്താണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത്? വൈദ്യുത കാന്തിക സ്വഭാവം, പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞ വ്യക്തിയുടെ പേരാണ് ഹെൻറിച്ച് ഹെഡ്സ് എന്ന് പറയുന്നത്. ഈ ഹെഡ്സിനെയാണ് നമ്മൾ കുറച്ചു നേരം മുമ്പ് പറഞ്ഞത്. എന്തെന്നാ ആവൃത്തിയുടെ യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവം അഥവാ ഇലക്ട്രോ മാഗ്നറ്റിക് നേച്ചർ ഉണ്ട്, പ്രകാശത്തിന് വൈദ്യുത കാന്തിക സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആരാ? ഹെൻറിച്ച് ഹെഡ്സ്. അത് മാത്രമല്ല, അദ്ദേഹം റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തിയതും ഹെൻറിച്ച് ഹെഡ്സ് ആണ്. റേഡിയോ തരംഗങ്ങൾ കണ്ടെത്തിയത് ആരാണ്? അതും ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് പ്രഭാവം എന്നൊക്കെ പറയും, അത് കണ്ടെത്തിയതും ആരാണ്? അതും ഹെൻറിച്ച് ഹെഡ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ്? നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക, പ്രകാശത്തിന് വൈദ്യുത കാന്തിക സ്വഭാവമുണ്ടെന്ന് പറഞ്ഞതാണ് ആര്? ഹെൻറിച്ച് ഹെഡ്സ്. അപ്പോ വൈദ്യുത കാന്തിക സിദ്ധാന്തം ആരാണ് രൂപീകരിച്ചത്? വൈദ്യുത കാന്തിക സിദ്ധാന്തം, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയും. അത് ആവിഷ്കരിച്ച വ്യക്തിയുടെ പേരാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. അപ്പോ ചോദ്യം ശ്രദ്ധിക്കുക, പ്രകാശത്തിന് വൈദ്യുത കാന്തിക സ്വഭാവമുണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ഹെൻറിച്ച് ഹെഡ്സ്. വൈദ്യുത കാന്തിക സിദ്ധാന്തം ആരാണ് ആവിഷ്കരിച്ചതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ആരാണ്? അത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. ഞാൻ നിങ്ങളോട് ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, പ്രകാശത്തിന്റെ ഏറ്റവും ചെറിയ കണികകളെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ക്വാണ്ടം എന്നാണ്. അപ്പോ ക്വാണ്ടം തിയറി ആവിഷ്കരിച്ചത് ആരാണ്? ക്വാണ്ടം തിയറി ആവിഷ്കരിച്ച വ്യക്തിയുടെ പേരാണ് മാക്സ് പ്ലാങ്ക്. ഇതിന് അദ്ദേഹത്തിന് 1918 നോബൽ സമ്മാനം ലഭിച്ചു. ക്വാണ്ടം തിയറി അവതരിപ്പിച്ചതിന് 1918 എന്ത് ലഭിച്ചു? മാക്സ് പ്ലാങ്കിന് നോബൽ സമ്മാനം ലഭിച്ചു. നിങ്ങൾ ആ പോയിന്റുകൾ ഒരിക്കൽ കൂടി നോക്കുക. പ്രകാശത്തിന്റെ കണികാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് അല്ലെ കോർപ്പസ്കുലാർ തിയറി ആരാണ് ആവിഷ്കരിച്ചത്? അത് സർ ഐസക് ന്യൂട്ടൺ ആണ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആരാണ്? പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ക്രിസ്റ്റ്യൻ ഹൈഗൻസ് ആണ്. ഇനി പ്രകാശത്തിന് വൈദ്യുത കാന്തിക സ്വഭാവം, ഇലക്ട്രോ മാഗ്നറ്റിക് നേച്ചർ ഉണ്ടെന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര്? ഹെൻറിച്ച് ഹെഡ്സ്. അദ്ദേഹമാണ് എന്തൊക്കെ കണ്ടുപിടിച്ചത്? റേഡിയോ വേവ്സ് കണ്ടുപിടിച്ചത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചതും ആരാണ്? ഹെൻറിച്ച് ഹെഡ്സ് ആണ്. എന്നാൽ പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവമാണ് ആര് കണ്ടുപിടിച്ചത്? ഹെൻറിച്ച് ഹെഡ്സ് കണ്ടുപിടിച്ചത്. വൈദ്യുത കാന്തിക സിദ്ധാന്തം ആരാണ് രൂപീകരിച്ചത്? വൈദ്യുത കാന്തിക സിദ്ധാന്തം രൂപീകരിച്ച വ്യക്തിയുടെ പേരാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്നത്. ഇനി ക്വാണ്ടം തിയറി ആരാണ്? ക്വാണ്ടം തിയറി കണ്ടെത്തിയ വ്യക്തിയാണ് മാക്സ് പ്ലാങ്ക് എന്ന് പറയുന്നത്. ആ കണ്ടെത്തലിന് 1918 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? നോബൽ സമ്മാനം ലഭിച്ചു. ഇനി അന്താരാഷ്ട്ര പ്രകാശ വർഷം. അന്താരാഷ്ട്ര പ്രകാശ വർഷമായിട്ട് നമ്മൾ ആചരിക്കുന്നത് 2015 ആണ്. അപ്പോ നമ്മളുടെ പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകൾ അവസാനിക്കുന്നില്ല. ഇപ്പൊ ഇത്രയും പറഞ്ഞത് 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പറഞ്ഞത് എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി പ്രകാശവുമായി ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കാറുള്ള പ്രതിഭാസങ്ങൾ എന്നുള്ള ക്ലാസ്സുകൾ നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.